ഇന്നത്തെ ലഞ്ച് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഇതിൻ്റെ പല ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുടെ ഹാർവെസ്റ്റാണ്. ആ പച്ചമാങ്ങയുടെ ചമ്മന്തിന്ന് തുടങ്ങിയതാണ്. പിന്നെ കുറച്ച് മുരിങ്ങിക്ക, ഈ ഒരു ഫ്രൂട്ട് കണ്ടോ, ഇതാണ് ഫിഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല റെഡൊക്കെയാണ് അതിൻ്റെ അകത്ത്. പിന്നെ കുറച്ച് കോവയ്ക്ക നോക്കി, പക്ഷെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. കുറച്ച് ഗ്രീൻ ചില്ലി, പിന്നെ ബീട്രൂട്ട് ലീവ്സ് വെച്ചിട്ട് ഒരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാനാണ് അടുത്ത പ്ലാൻ. എനിക്കിന്ന് മാക്സിമം സാധനം ഉണ്ടാക്കുന്നത് എൻ്റെ ഗാർഡനിൽ നിന്ന് തന്നെ കിട്ടണം എന്നായിരുന്നു. വാഴയിലൊക്കെ നോക്കി ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ, പിന്നെ അത് ഓവറായി പോകുമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും കുറച്ച് കരിവേപ്പിലയും കൂടെ പറിച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ഹാർവെസ്റ്റ് ഇതൊക്കെയാണ്: മുരിങ്ങയ്ക്ക, ബീട്രൂട്ട് ലീവ്സ്, കരിവേപ്പില, കുറച്ച് ഗ്രീൻ ചില്ലി ആൻഡ് ഒരൊറ്റ പാവം കോവയ്ക്ക. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച പച്ചമാങ്ങയുടെ ചമ്മന്തിയും, പിന്നെ ഈ പച്ചമാങ്ങ തന്നെ ഉപ്പും ചില്ലി പൗഡറും ഒക്കെ ഇട്ടിട്ട് അത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അയ്യോ, എന്തൊരു ടേസ്റ്റായിരുന്നു അത്! നമ്മുടെ പഴയ ചൈൽഡ്ഹുഡിലോട്ടൊക്കെ പോയി അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും. അപ്പോൾ കിട്ടിയ അല്ലറ ചില്ലറ കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാറിൻ്റെ ഏറ്റവും കൂടെ അതാണല്ലോ, എന്ത് കഷ്ണങ്ങൾ വേണേലും അകത്തിടാം. പിന്നെ കുറച്ച് വീട്ടിലുണ്ടായിരുന്ന അണിയൻസും ക്യാരറ്റും ഈ കോവയ്ക്കയും എല്ലാം ഇട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് സാമ്പാർ പൊടിയിട്ട് നമ്മുടെ സാമ്പാറിനുള്ള പരിപാടി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതവിടെ കിടന്നാവട്ടെ. ആ സമയത്ത് നമുക്ക് ബീട്രൂട്ട് ലീവ്സ് വെച്ച് തോരൻ ഉണ്ടാക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ട് ലീവ്സിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ അത് ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കോക്കനട്ട്, ഞാൻ യൂസ് ചെയ്യുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്, അതും മസാലകളും എല്ലാം ഇട്ട് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ട് ഞാൻ അങ്ങ് ഇളക്കിയെടുക്കും. അപ്പോൾ പിന്നെ പണി എളുപ്പമാണ്, പെട്ടെന്ന് തീരുകയും ചെയ്യും. എനിക്ക് നാടൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും അത് എടുക്കുന്ന ടൈമൊക്കെ ഒരുപാടായതുകൊണ്ട് നമ്മളങ്ങനെ ഒരുപാട് അത് വീട്ടിൽ കഴിക്കാറില്ല. പക്ഷെ അത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് പിന്നെ കുറച്ച് ഫ്രീസറിലുണ്ടായിരുന്ന ഒരു ചിക്കനും എന്തൊക്കെയോ കാണിച്ച് അതും ഒരു തട്ടിക്കൂട്ട് ഒരു ചിക്കൻ 65 കൂടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ ലഞ്ച്. തോരനായിട്ടുണ്ട് ചോറ്, ചിക്കൻ ഫ്രൈ, സാമ്പാർ ആൻഡ് നമ്മുടെ പച്ചമാങ്ങ ചമ്മന്തി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പിടി പിടിക്കട്ടെ. പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ലിജോയ്ക്ക് ഒരു ചമ്മന്തിപ്പൊടിയും ചിപ്സും ഒക്കെ ഇല്ലെങ്കിൽ പിന്നെ ചോറ് ഇറങ്ങിയില്ല. എല്ലാം പറമ്പിലെയാ. സോ പറമ്പിലെ മാങ്ങ, പറമ്പിലെ ബീട്രൂട്ട് ലീവ്സ്, ഹോം കോഴി പറമ്പിലെ കോഴിയാണോ എന്ന് ഒരു ചീള് ജോക്കടിക്കാൻ ലിജോ നോക്കിയതാണ്. അപ്പം നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ടൊരു പിടി പിടിക്കാം. അതിൻ്റെ ആ ഒരു ഫ്ലേവറും കോമ്പിനേഷനും ഒക്കെ ഇറ്റ് വാസ് സോ ഗുഡ്, ആബ്സല്യൂട്ട്ലി റെലിഷ്യസ്. ഒരു ഫാം ടു ടേബിൾ എക്സ്പീരിയൻസ് ആണ് ഇന്ന് എനിക്ക് ഫീൽ ചെയ്തത് ആൻഡ് ഐ എം ഫീലിംഗ് വെരി പ്രൗഡ്. അപ്പോൾ ഞാൻ പോയി എൻജോയ് ചെയ്യട്ടെ.